അങ്ങ് കണ്ടെത്തിയ സത്യം എന്താ ശരിക്കും? സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആദ്യത്തത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത് പുറമേ അല്ല അകമയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും അത് കണ്ടെത്താനും എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവഭാവത്തെ ആസ്വദിക്കുവാനും അതിന് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതേ കാര്യം നിങ്ങളിലും എല്ലാ മനുഷ്യനകത്ത് ഉള്ളിലും ഇതേ ചൈതന്യമുണ്ട് എന്നും. അപ്പോൾ ഞാൻ എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത്, എങ്ങനെ ഈ ദൈവഭാവം ഇരിക്കുന്ന എന്നെ ഞാൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് കരുതുന്നത്, അതുപോലെ ദൈവഭാവം ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനകത്തിരിക്കുന്ന ദൈവ ചൈതന്യവും സെയിമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ള കാര്യമാണ് രണ്ടാമത് കണ്ടെത്തിയത്. അപ്പോൾ ഇതൊക്കെ കൽപ്പനകളായിട്ട് ബൈബിളിലുണ്ടായിരുന്നു. പക്ഷെ അത് അനുഭവത്തിൽ വരുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ്. സോ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ കരുതാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആദരിക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണ്? ആ ദൈവഭാവം എന്നിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യത്വത്തെക്കാൾ കൂടുതൽ ഒരു ഡിവൈനിറ്റി എന്നിലുള്ളത് കൊണ്ട്. അതുപോലെ എനിക്ക് താങ്കളിലും അതുള്ളത് കൊണ്ട് താങ്കളെ അങ്ങനെ കാണാൻ പറ്റും. ഇതാണ് ഏറ്റവും ആദ്യത്തെ റിയലൈസേഷനും ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്.